ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പിടിച്ചെടുത്ത ഡയറിയിൽ ഇഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച 30-ലധികം പേരുടെ വിവരങ്ങൾ അടങ്ങിയ ഹിറ്റ് ലിസ്റ്റ്. പദ്ധതിയിട്ടത് സമൻസ് വിവരങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. ഇഡിയെ കടന്നാക്രമിച്ച ദേശാഭിമാനി മുഖപ്രസംഗം. അഴിമതി മുഖം തുറന്നു കാട്ടപ്പെട്ടു. ബിജെപിക്കാർക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാനുള്ള സംവിധാനമായി ഇഡി മാറിയെന്നും വിമർശനം. മുഖ്യമന്ത്രി അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തിയ ഇഡിയെ പിടിക്കാൻ കിട്ടിയ അവസരമായി കണ്ട് സർക്കാർ. കോഴിക്കോട് തീപിടുത്തത്തിൽ നഷ്ടം 75 കോടിയെന്ന് പ്രാഥമിക നിഗമനം. എങ്ങനെ തീ പിടിച്ചെന്നറിയാൻ പരിശോധന ഇന്ന്. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രനും മേയർ ഡോക്ടർ ബീന ഫിലിപ്പും. കളക്ടറോട് റിപ്പോർട്ട് തേടി ചീഫ് സെക്രട്ടറി. കേസെടുത്ത് പോലീസ്. തൃപ്പൂണിത്തുറയിൽ വീടിന് തീവെച്ച് ഗൃഹനാഥൻ തൂങ്ങി മരിച്ചു. മകന് പൊള്ളലേറ്റു. മരിച്ചത് പെരീക്കാട് സ്വദേശി പ്രകാശൻ. ഇതാ ഇങ്ങനെയാണ് ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ നട്ടെല്ലൊടിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് മിസൈലുകൾ തകർക്കുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന. ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ഇന്ന്. സൈനിക നടപടിയെക്കുറിച്ച് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. ശശി തരൂരിന്റെ വാക്കും പ്രവൃത്തിയും എതിരാകുമ്പോൾ കരുതലോടെ മാത്രം പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം. ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിന് ശേഷവും സൃഷ്ടിക്കുന്നത് തുടർ പ്രതിസന്ധികളെന്ന് വിരുദ്ധപക്ഷത്തിന്റെ വിലയിരുത്തൽ. തരൂരിന്റെ ഭീകരവിരുദ്ധ പ്രസ്താവനകളോട് നേതാക്കൾക്ക് സമ്മിശ്ര നിലപാട്. കാളികാവിലെ കടുവയെ പിടികൂടാൻ ദൗത്യം 4ാം ദിവസത്തിലേക്ക്. കൂടുവെച്ചത് 3 ഇടങ്ങളിൽ. ക്യാമറകളിലെ ദൃശ്യങ്ങൾ രാവിലെ പരിശോധിക്കും. മൺസൂണിന്റെ വരവറിയിച്ച് മഴ കനക്കും. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര യാത്രകളിലും രാത്രി യാത്രകളിലും ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്.